അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബദർ യുദ്ധത്തിനു വേണ്ടി പ്രവാചകനും തൻ്റെ അനുചരന്മാരും ഒരുങ്ങി നിൽക്കുന്ന സമയം ഒരു വീട്ടിൽ തർക്കം നടക്കുകയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവും അവിടുത്തെ പിതാവുമാണ് തർക്കിക്കുന്നവർ. രണ്ടുപേർക്കും ബദർ യുദ്ധത്തിന് പങ്കെടുക്കണം. ആര് പോകും? തർക്കം കലശമായപ്പോൾ അവർ രണ്ടുപേരും തീരുമാനിച്ചു, രണ്ടുപേർക്കും നറുക്കിട്ട് ആർക്കാണോ കിട്ടുന്നത് അവർക്ക് ബദർ യുദ്ധത്തിന് പോകാം. അങ്ങനെ നറുക്കിടുന്ന സമയം മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് നറുക്ക് വീഴുകയാണ്. പിതാവിന് വലിയ വിഷമമായി, വലിയ പ്രയാസമായി. പിതാവ് പറഞ്ഞു, മോനെ, ഞാൻ പ്രായമായി വരികയാണ്. ഇനി വരുന്ന യുദ്ധങ്ങളിൽ നിനക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം. പക്ഷേ എനിക്കിനി അതിന് കഴിഞ്ഞോളണം എന്നില്ല. എൻ്റെ ആരോഗ്യം അതിനെ സമ്മതിക്കണമെന്നില്ല. അതുകൊണ്ട് ഇതിന് ഞാൻ പോകാം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു തന്റെ പിതാവിനോട് പറയുന്നുണ്ട്, പിതാവേ, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഷഹീദിന് നൽകിയിരിക്കുന്ന പ്രതിഫലം സ്വർഗമാണ്. അത് സ്വർഗമല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരു പക്ഷേ സമ്മതിച്ചേനെ എന്ന്. തുടർന്ന് ബദർ യുദ്ധത്തിൽ സഅദ് റളിയല്ലാഹു തആല അൻഹു പങ്കെടുക്കുകയും അവിടുന്ന് ഷഹീദാവുകയും ചെയ്തു. അതിനുശേഷം വന്ന ഉഹുദ് യുദ്ധത്തിൽ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് പങ്കെടുക്കുകയും അവിടുന്ന് ആ യുദ്ധത്തിൽ, ഉഹുദ് യുദ്ധത്തിൽ അവിടുന്ന് ഷഹീദായി പോവുകയും ചെയ്തു. എൻ്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്കുള്ള ആ ഒരു പ്രവേശനം അത് നമ്മുടെ സ്വപ്നമായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ വല്ലാതെ ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് നേടിയെടുക്കാൻ സഹായം നൽകും. അതാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും തന്റെ പിതാവിന്റെയും ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.